നമ്മുടെ നാട് മുഴുവൻ വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. കൊല്ലവും തിരുവനന്തപുരവും തെക്കൻ ജില്ലകളെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഒരു 1 വീക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ എന്തായിരുന്നു നടന്നിരുന്നത്? 4 പാർട്ടികളാണ്: കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, BJP, പിന്നെ പാറ്റ പാർട്ടി. ഈ പാറ്റ പാർട്ടി എന്ത് ചെയ്യും? പ്രകൃതിക്ക് പോലും വികൃതിയായി തോന്നി അത്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ പ്രളയത്തിലും ഈ പ്രകൃതിയുടെ താണ്ഡവത്തിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കോലം കത്തിക്കുന്നു, മനുഷ്യകോലങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നു, മാപ്പ് പറയിക്കുന്നു, മാപ്പ് പറയപ്പെടുന്നു. ശിഖണ്ഡികളായ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് രംഗത്തിറങ്ങിയിട്ട് അവരും വളരെ മോശമായ രീതിയിൽ ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുക, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരനും സുഖത്തിനായി വരണമെന്നാണ്. എന്തിനാണ് ഇങ്ങനെ? എങ്ങനെ ഇവർക്കൊക്കെ ഉറങ്ങാൻ പറ്റും ഒരു ദിവസം? ഇത്രയും കോലാഹലങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ ജാൻമണി എന്ന് പറഞ്ഞ, നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് തന്നെ വാക്ക് ഉപയോഗിക്കാം, അവർ പറഞ്ഞത് അവർക്ക് അറിവില്ലായ്മ ആണ്. കാരണം അവർ തെരുവിൽ കിടക്കുന്ന അവർക്ക് അതിലും വിദ്യാഭ്യാസവും മാന്യതയും യോഗ്യതയുമുണ്ട്. അത്ര പോലും, അല്ലെങ്കിൽ മൃഗസമാനമായ ഒരു ജന്മമാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ, പ്രധാനമന്ത്രി അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് മാപ്പ് കൊടുക്കുമെന്ന്. അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഋഷീശ്വരന്മാർക്കും അവരോളം അവരുടെ മനസ്സ് എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പം നമുക്കവരെ, ഇപ്പോൾ നമ്മുടെ മൃഗം, പട്ടിയും പൂച്ചയും കരടിയും അങ്ങനെ എന്തെല്ലാം ജന്തുജാലങ്ങൾ ഇവിടെയുണ്ട്, അവരുടെ എല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അവരുടെ മനസ്സ് നമുക്ക് കീറി പറിക്കാൻ പറ്റുമോ? അവരെ നമുക്ക് നല്ലതാക്കാൻ പറ്റുമോ? അപ്പം ആ ജന്തുവർഗത്തിൽ പെടുത്താം. മനുഷ്യനുമല്ല, ആണുമല്ല, പെണ്ണുമല്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അവരെ മൃഗസമാനമായിട്ട് ചിത്രീകരിക്കാം. എങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് അവരെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവരുടെ പോസ്റ്റ് കമൻ്റ് ഇടുകയും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നയും കുറേ പേരുണ്ട്. അതായത് നാദിറ മെഹ്റിൻ എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട്. അവർ വളരെയധികം പാറ്റ പാർട്ടികളുടെ കൂടെ നിന്ന് അവർ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അവർ വളരെയധികം മൃഗീയമായ രീതിയിലാണ് അവരുടെയും പ്രക്ഷോഭണങ്ങൾ. ഈ BJP, ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് BJPയുടെ അർത്ഥം. ഭാരതത്തിൽ ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെല്ലാം ഇവിടുന്ന് പോകട്ടെ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിൽ തിരഞ്ഞെടുത്തതാണ്. ഈ ട്രാൻസ്ജെൻഡേഴ്സായ യുവതികൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം സർക്കാർ കൊടുക്കുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കുകയാണെങ്കിൽ ഇവരിവിടെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കസർത്തില്ല, ഇങ്ങനെ സംസാരിക്കില്ല, ഇങ്ങനെ വാചകങ്ങൾ തിമിർത്ത് പെയ്യത്തില്ല. മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ച ചരിത്രമുണ്ടോ? ട്രാൻസ്ജെൻഡേഴ്സ് രംഗത്തിറങ്ങിയിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയാൻ പറ്റും എന്നുള്ള ഒരു പ്രവണതയാണ്. അതേപോലെ പ്രിയദർശിനി ബസ്സിൽ എല്ലാവർക്കും, സ്ത്രീകൾക്ക്, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും യാത്ര ചെയ്യാം എന്ന ഒരു പെർമിഷൻ. അതുപോലെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഈ പെർമിഷൻ വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അറിവുകൾ പകർന്നു നൽകുക, അല്ലെങ്കിൽ ജ്ഞാനത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ടെക്നിക്കലായാലും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും നോളജ് അല്ലെങ്കിൽ അറിവ് നൽകുന്ന, വരും തലമുറയ്ക്ക് കൂടി അറിവ് നൽകുന്ന വിവരസാങ്കേതിക വിദ്യയായി മാറണം സോഷ്യൽ മീഡിയ. അല്ലാതെ ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന ഒരു സോഷ്യൽ മീഡിയ ആയി മാറരുത് മാധ്യമങ്ങൾ. ഇത് ഈ പ്രകൃതി അതിന് വികൃതിത്തരം തന്നെ കാണിക്കും. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്നാണ്. അതായത് ഈ പ്രകൃതിയുടെ ഈ താണ്ഡവം, ഈ തിന്മ ചെയ്യുന്നവരും നന്മ ചെയ്യുന്നവരും അതിൽ പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സുഹൃതികളായിരിക്കാൻ ശ്രമിക്കുക, നന്മ ചെയ്യുക, ഈ ജാൻമണിയെ പോലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നമ്മൾ തിരസ്കരിക്കാതിരിക്കുക. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും
അവർ ജനങ്ങളെ സേവിക്കുക എന്ന ഒരൊറ്റ ധർമ്മത്തിൽ ഉറച്ചു നിന്ന് അതിലധിഷ്ഠിതമായി ജീവിതം കെട്ടിപ്പടുക്കുക, അതുപോലെ സമൂഹത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക. അല്ലാതെ ഈ താഴ്ന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നിർത്താൻ ഭരണകർത്താക്കൾ ശ്രമിക്കുക തന്നെ വേണം. നന്ദി.